എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുരുമുളക് പൊടിയിട്ട ചിക്കൻ പെരട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർക്കാനായിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കുഞ്ഞുള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അരഞ്ഞു പോകരുത്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി വഴറ്റിയെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിലേക്ക് ചേർക്കാനായിട്ട് വെള്ളം ചേർക്കാതെ ഒരു തക്കാളി കൂടി അരച്ചെടുക്കാം. തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ചെറിയ സ്പൂണിന് 1/2 സ്പൂണ് ഗരം മസാലയും ചെറിയ സ്പൂണിന് തന്നെ 3 സ്പൂണ് കുരുമുളക് പൊടിയും ഓരോരുത്തർക്കും വേണ്ട എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതെല്ലാം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ടതായിട്ടില്ല. ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇതിനി തുറന്ന് വെച്ച് ചെറിയ തീയിൽ വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.